Hi all, welcome back to LLC Academy. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോറിലേഷനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കോറിലേഷൻ എന്നുള്ള കാര്യം നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നോക്കാം. കോറിലേഷൻ ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ വിച്ച് സ്റ്റഡീസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഇഫ് ദ മൂവ്മെൻറ്റ് ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പൈൻഡ് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് അനദർ വേരിയബിൾ വി ക്യാൻ സേ ദാറ്റ് ദീസ് വേരിയബിൾസ് ആർ കോറിലേറ്റഡ്. മീൻസ് എന്താണ്? ഒരു വേരിയബിളിൻ്റെ മൂവ്മെൻറ്റ്, വൺ വേരിയബിളിൻ്റെ മൂവ്മെൻറ്റ് അതോടുകൂടെ തന്നെയാണ് മറ്റൊരു വേരിയബിളിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ, അതിനെ അക്കമ്പൈൻ ചെയ്തുകൊണ്ടാണ് മറ്റൊരു വേരിയബിളിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നതെങ്കിൽ നമുക്ക് പറയാൻ കഴിയും എന്താണ്? ഈ രണ്ട് വേരിയബിൾസും എന്താണ്? കോറിലേറ്റഡ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ള ഈ ഒരു കോറിലേഷൻ അല്ലെങ്കിൽ എന്താണ് വേരിയബിൾസിൻ്റെ റിലേഷൻഷിപ്പ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. കോറിലേഷൻ അനാലിസിസ് ഹെൽപ്പ് അസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. കോറിലേഷൻ അനാലിസിസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ്, എത്ര ഡിഗ്രി റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി കോറിലേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് കോറിലേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ഡെഫിനിഷൻസ് നോക്കാം. AM ടട്ടിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്: കോറിലേഷൻ ഈസ് എ അനാലിസിസ് ഓഫ് എ കോവേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസിനിടയിലുള്ള കോവേരിയേഷൻ അനലൈസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ ഈസ് എൻ അനാലിസിസ് ഓഫ് ദി കോവേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. നെക്സ്റ്റ് സിംപ്സൺ ആൻഡ് കാഫ്ക ഡിഫൈൻ ചെയ്തിട്ടുള്ള എങ്ങനെയാണ്: കോറിലേഷൻ ഈസ് ദ അനാലിസിസ് ഡീൽസ് വിത്ത് ദി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസിനിടയിലുള്ള അസോസിയേഷൻ അനലൈസ് ചെയ്യാണ്. ആ ഒരു അനാലിസിസ് ആണ് കോറിലേഷൻ എന്നാണ് സിംപ്സൺ ആൻഡ് കാഫ്ക പറഞ്ഞിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അനാലിസിസ് ഓഫ് കോവേരിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്? അനാലിസിസ് ഓഫ് അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഓർ മോർ വേരിയബിൾസ്. രണ്ടോ അതിലധികമോ വേരിയബിൾസ് ഇടയിലുള്ള അസോസിയേഷൻസിനെ അനലൈസ് ചെയ്യുന്നത് ആണ് കോറിലേഷൻ എന്നും നമുക്ക് പറയാം. നെക്സ്റ്റ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ആണ്. കോറിലേഷൻ കോയിഫിഷ്യൻ്റ് ഈസ് ദ മെഷർ ഓഫ് ദി കോറിലേഷൻ. കോറിലേഷൻ്റെ മെഷറിനെയാണ് നമ്മൾ കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. വിച്ച് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. ആർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോറിലേഷൻ കോയിഫിഷ്യൻറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ മെഷർമെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇറ്റ്സ് എ ന്യൂമറിക്കൽ ആയിട്ട് കോറിലേഷനെ മെഷർ ചെയ്യാണ്. ന്യൂമറിക്കൽ മെഷർമെൻറ്റ് ഷോയിങ് ദ ഡിഗ്രി ഓഫ് കോറിലേഷൻ ബിറ്റ്വീൻ വേരിയബിൾസ്. വേരിയബിൾസിനിടയിലുള്ള ഡിഗ്രി ഓഫ് കോറിലേഷൻ ഷോ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ന്യൂമറിക്കൽ മെഷർമെൻ്റ് ആണ് കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻ കോയിഫിഷ്യൻറ്റിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? -1 to +1 ആയിരിക്കും. ഈ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോയിഫിഷ്യൻ്റ് കോറിലേഷൻ്റെ റേഞ്ച് എങ്ങനെയാണെന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. ഓർക്കുക, കോയിഫിഷ്യൻ്റ് കോറിലേഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -1 ആൻഡ് +1 ആണ്. നെക്സ്റ്റ് എ നെഗറ്റീവ് വാല്യൂ ഓഫ് ആർ. ഇനി ആറിൻ്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഇൻഡിക്കേറ്റ് എൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. അതിനർത്ഥം എന്ന് പറയുന്നത് എന്താണ്? വേരിയബിൾസിനിടയിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്നാണ്. നെക്സ്റ്റ് ഇനി പോസിറ്റീവ് വാല്യൂ ഓഫ് ആർ ഇൻഡിക്കേറ്റ് ഡയറക്റ്റ് റിലേഷൻഷിപ്പ്. ഇനി കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് പോസിറ്റീവ് ഫിഗർ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? വേരിയബിൾസിനിടയിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ്. നെക്സ്റ്റ് ഇനി കോറിലേഷൻ കോയിഫിഷ്യൻറ്റ് 0 വാല്യൂ ആണെങ്കിൽ എ 0 വാല്യൂ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ടു വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഈച്ച് അതർ. അതിനർത്ഥം എന്താണ്? രണ്ട് വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആണ്. മീൻസ് ഇവർ തമ്മിൽ കോവേരിയേഷൻ അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇല്ല. അപ്പോൾ അവിടെ രണ്ട് വേരിയബിൾസും ഇൻഡിപെൻഡൻ്റ് ആണെന്നാണ് ഈ ഒരു 0 വാല്യൂ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നതെന്ന് ഓർക്കാം. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുണ്ട്. നെഗറ്റീവ് വാല്യൂ ഓഫ് ആർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. പോസിറ്റീവ് വാല്യൂ ഓഫ് ആർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. നെക്സ്റ്റ് 0 ആണ് വാല്യൂ കിട്ടുന്നതെങ്കിൽ അതിനർത്ഥം ആ രണ്ട് വേരിയബിൾസ് അല്ലെങ്കിൽ എന്താണ് നമ്മൾ സ്റ്റഡി ചെയ്ത വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആണെന്നുള്ളതാണ്. നെക്സ്റ്റ് ടോപ്പിക് ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ ആണ്. കോറിലേഷൻ്റെ ക്ലാസിഫിക്കേഷൻ അപ്പം മെയിനായിട്ടും 5 ആയിട്ടാണ് കോറിലേഷനെ ക്ലാസിഫൈ ആയിട്ടുള്ളത്. പോസിറ്റീവ് കോറിലേഷൻ, നെഗറ്റീവ് കോറിലേഷൻ, ലീനിയർ കോറിലേഷൻ,
നോൺ ലീനിയർ കോറിലേഷൻ. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എന്താണ്? സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഫസ്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇഫ് ദ വേരിയബിൾസ് ആർ മൂവിങ് ആൻഡ് വേരിയിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. അപ്പം വേരിയബിൾസ്, നമ്മൾ സ്റ്റഡി ചെയ്യുന്ന വേരിയബിൾസ് സെയിം ഡയറക്ഷനിൽ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ഇഫ് ദ വേരിയബിൾസ് ആർ മൂവിങ് ആൻഡ് വേരിയിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ ഇറ്റ് ഈസ് കോൾഡ് പോസിറ്റീവ് കോറിലേഷൻ. Correlation is said to be positive when the increase in the value of one variable. അപ്പം ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു എന്ന് വിചാരിക്കാം. ഈസ് അക്കമ്പൈൻഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അനദർ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നു, അതോടുകൂടെ തന്നെ അതിനൊപ്പം തന്നെ എന്ത് ചെയ്യാണ്, മറ്റേ വേരിയബിളിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ അതെന്താണ്? കോറിലേഷൻ പോസിറ്റീവ് ആണെന്ന് നമുക്ക് പറയാം. നേരെ ഓപ്പോസിറ്റ് എന്താണ്? എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പനീഡ് ബൈ എ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അതർ വേരിയബിൾ ഓൺ ആൻ ആവറേജ്. അപ്പോൾ ഇനി എന്താണ്? വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്നു, അതോടുകൂടെ തന്നെ എന്ത് ചെയ്യാണ്, മറ്റേ വേരിയബിളിൻ്റെ വാല്യൂം ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണുള്ളത്? പോസിറ്റീവ് കോറിലേഷൻ ആണുള്ളത്. അപ്പം ഈ വേരിയേഷൻ്റെ അല്ലെങ്കിൽ എന്താണ് മൂവ്മെൻറ്റിൻ്റെ ഡയറക്ഷൻ സെയിം ആണെങ്കിൽ, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത്തരം കോറിലേഷൻ എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്, പി ആൻഡ് ക്യൂ. അപ്പോൾ പി 5 ആവുന്ന സമയത്ത് ക്യൂ വരുന്നത് 15 ആണ്. നെക്സ്റ്റ് പി 10 ആവുന്നു, പി ഇൻക്രീസ് ചെയ്ത് 10 ആവുന്ന സമയത്ത് ക്യൂവിൻ്റെ വാല്യൂ എന്തായി? 15 20 ആയി. ഇനി നെക്സ്റ്റ് 10 14 ആവുന്ന സമയത്ത് ക്യൂ 20 to 25 ആയി. നെക്സ്റ്റ് 14 18 ആവുന്ന സമയത്ത് 25 to 30 ആയി ക്യൂവിൻ്റെ വാല്യൂ. അപ്പോൾ രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. പി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ക്യൂ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? പോസിറ്റീവ് കോറിലേഷൻ ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് അതേപോലെ തന്നെ അടുത്ത എക്സാമ്പിൾ നോക്കുക. എക്സാമ്പിൾ 2 നോക്കുക. എന്താണ്? പിയുടെ വാല്യൂ ഫസ്റ്റ് വരുന്നത് 90, ക്യൂവിൻ്റെ വാല്യൂ വരുന്നത് 50. നെക്സ്റ്റ് പി 90 ഉള്ളത് 80 ആവുന്ന സമയത്ത് മീൻസ് 10 ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ക്യൂ എന്തായി? 10 ഡിക്രീസ് ചെയ്തു. നെക്സ്റ്റ് പി 80 70 വീണ്ടും ഡിക്രീസ് ചെയ്ത സമയത്ത് ക്യൂ 40 30 ഡിക്രീസ് ചെയ്തു. അപ്പം ഒരു വേരിയബിളിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് അതേ സെയിം ഡയറക്ഷനിൽ അല്ലെങ്കിൽ എന്താണ് സെയിം ഡയറക്ഷനിൽ ഡിക്രീസ് തന്നെയാണ് ക്യൂവിനും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം കോറിലേഷനാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഓർക്കുക, പോസിറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇഫ് ദ വേരിയബിൾസ് ആർ മൂവിങ് ആൻഡ് വേരിയിങ് ഇൻ ദി സെയിം ഡയറക്ഷൻ. സെയിം ഡയറക്ഷനിൽ വേരിയബിൾസ് മൂവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വേരി ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ പോസിറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ നെഗറ്റീവ് കോറിലേഷൻ ആണ്. പോസിറ്റീവ് കോറിലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇൻ എ നെഗറ്റീവ് കോറിലേഷൻ വേരിയബിൾസ് ആർ മൂവിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ നെഗറ്റീവ് കോറിലേഷനിൽ വേരിയബിൾസ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും മൂവ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി നെഗറ്റീവ് ഇഫ് എനി ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഈസ് അക്കമ്പനീഡ് ബൈ ദി ഡിക്രീസ് ഇൻ ദ അതർ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിൽ ഇൻക്രീസ് ഉണ്ടാകുന്ന സമയത്ത് അതോടുകൂടെ തന്നെ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത്തരം കോറിലേഷനെയാണ് നമ്മൾ നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ വേരിയബിൾസ് മൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് പി ആൻഡ് ക്യൂ. അപ്പോൾ പിയുടെ വാല്യൂ ഫസ്റ്റ് വന്നത് 2 ആണ്. ആ സമയത്ത് ക്യൂവിൻ്റെ വാല്യൂ 6 ആയിരുന്നു. നെക്സ്റ്റ് 2 3 പി ഇൻക്രീസ് ചെയ്യാണ്. ക്യൂ എന്ത് ചെയ്യാണ്? 6 5 ഡിക്രീസ് ചെയ്യാണ്. പി ഇൻക്രീസ് ചെയ്ത സമയത്ത് എന്തായി? ക്യൂ ഡിക്രീസ് ചെയ്യാണ് ഉണ്ടായത്. നെക്സ്റ്റ് ലെവൽ 3 4 ആയിട്ട് പി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ക്യൂ എന്ത് ചെയ്യുന്നു? 5 4 ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നു. അപ്പം ഈ ഒരു കോറിലേഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. ഇവിടെ രണ്ട് വേരിയബിൾസിൻ്റെ മൂവ്മെൻറ്റ്, ഒരെണ്ണം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മറ്റേത് എന്ത് ചെയ്യാണ്? ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കോറിലേഷനെയാണ് നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ലീനിയർ കോറിലേഷനാണ്. ഇഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഫോളോസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ അനദർ വേരിയബിൾ ദെൻ ദ കോറിലേഷൻ ഈസ് സെറ്റ് ടു ബി ലീനിയർ. ഇനി ഒരു കോറിലേഷൻ, രണ്ട് വേരിയബിൾസിനിടയിലുള്ള കോറിലേഷൻ ലീനിയർ ആണെന്ന് പറയണമെങ്കിൽ എന്ത് വേണം? എമൗണ്ട് ഓഫ് ചേഞ്ചസ് ഇൻ വൺ വേരിയബിൾ, ഒരു
വേരിയബിളിൽ ഉണ്ടാവുന്ന എമൗണ്ട് ഓഫ് ചേഞ്ച് ഫോളോ ചെയ്യുന്ന മീൻസ് അതിനോട് കൂടെ തന്നെ എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് മറ്റേ വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ അത്തരം കോറിലേഷനെയാണ് ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുന്നു, അതിനോട് കൂടെ തന്നെ മറ്റേ വേരിയബിൾ എന്ത് ചെയ്യാണ്, ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ ചേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ എന്തായി, കോറിലേഷൻ ലീനിയർ കോറിലേഷനായി. ഫോർ എക്സാമ്പിൾ നോക്കാം, പി ആൻഡ് ക്യൂ രണ്ട് വേരിയബിൾസ് തന്നിട്ടുണ്ട്, പിയും ക്യൂവും. ഫസ്റ്റ് ലെവലിൽ പിയുടെ വാല്യൂ വരുന്നത് 10 ആയിരുന്നു, ആ സമയത്ത് ക്യൂവിൻ്റെ വാല്യൂ വരുന്നത് 30 ആണ്. നെക്സ്റ്റ് പി എന്ത് ചെയ്യുന്നു, 10 ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ 10 ഇൻക്രീസ് ചെയ്യാണ് പി. അപ്പോൾ ക്യൂവിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് എന്താണ്, 30യിൽ നിന്ന് 60 ആയി മാറി. മീൻസ് 30 ആണ് ക്യൂവിനുണ്ടായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 20ൽ നിന്ന് 30യിലേക്ക് വീണ്ടും 10 പി ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് 60ൽ നിന്ന് 90യിലേക്ക് സെയിം 30 എന്ത് ചെയ്തു, ക്യൂവിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. അങ്ങനെ പിയുടെ വാല്യൂ വീണ്ടും 10 ഇൻക്രീസ് ചെയ്ത സമയത്ത് ക്യൂവിൻ്റെ വാല്യൂ വീണ്ടും 30 ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവ തമ്മിലുള്ള പ്രപ്പോർഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻറ്റ് റേഷ്യോയിലാണ് ഇവ ചേഞ്ച് ചെയ്യുന്നത്. അങ്ങനെയുള്ള ചേഞ്ചസിനെയാണ് എന്ത് പറയുന്നത്, ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. ഇഫ് ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ വൺ വേരിയബിൾ ഫോളോസ് എ കോൺസ്റ്റൻറ്റ് റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ അതർ വേരിയബിൾ. ഒരു വേരിയബിളിൽ ഒരു എമൗണ്ട് ഓഫ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ മറ്റേ വേരിയബിളിൽ ചേഞ്ച് ഉണ്ടാവുകയാണെങ്കിൽ അത്തരം കോറിലേഷനാണ് എന്ത്, ലീനിയർ കോറിലേഷൻ എന്ന് ആരെയും ഓർക്കുക. നെക്സ്റ്റ് നോൺ ലീനിയർ കോറിലേഷൻ ആണ്. ഇപ്പോൾ നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഇൻ ദി non-linear correlation, the amount of change in one variable does not bear a constant ratio of the amount of change in another variable. അപ്പോൾ ഒരു വേരിയബിളിൽ ഉണ്ടാകുന്ന ഒരു എമൗണ്ട് ഓഫ് ചേഞ്ച് മറ്റേ വേരിയബിളിൽ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല ചേഞ്ചസ് ഉണ്ടാക്കുന്നതെങ്കിൽ അത്തരം കോറിലേഷനാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ കോറിലേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഒരു എമൗണ്ട് ഓഫ് ചേഞ്ച് ഒരു വേരിയബിൾ ഉണ്ടാവുന്നു, പക്ഷേ അതേ കോൺസ്റ്റൻറ്റ് റേഷ്യോയിലായിരിക്കില്ല മറ്റേ വേരിയബിളിൽ അതിനോടൊപ്പം കമ്പൈൻ ചെയ്യുന്ന വേരിയേഷൻ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ അതിനെയാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം, എന്താണ്, പി എന്ന വാല്യൂ 10 ആയിരുന്നു, ക്യൂവിൻ്റെ വാല്യൂ 30 ആണ്. നെക്സ്റ്റ് പി ഒരു എമൗണ്ട് 10 വാല്യൂ ഇൻക്രീസ് ചെയ്തു 20 ആയി. ആ സമയത്ത് ക്യൂ എന്തായി, 30യിൽ നിന്ന് 60യിലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ 30 ആണ് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് 20യിൽ നിന്ന് 30യിലേക്ക് പി വീണ്ടും ഇൻക്രീസ് ചെയ്തു. 10 എമൗണ്ട് 10 ഇൻക്രീസ് ചെയ്തു, പക്ഷേ 60യിൽ നിന്ന് 80യിലേക്ക് 20 മാത്രമാണ് ക്യൂവിന് ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്. നെക്സ്റ്റ് 30 40 ആയ സമയത്ത് 80 ഉള്ള ക്യൂ എന്തായി, 150 ആയി. അവിടെ 70 വാല്യൂ 70ൻ്റെ ഡിഫറൻസ് വന്നു. അപ്പോൾ ഈ രീതിയിൽ എന്താണ്, കോൺസ്റ്റൻറ്റ് റേഷ്യോ ഒന്നുമില്ല. അപ്പം ഒരു വാല്യൂവിൽ ഒരു എമൗണ്ട് ഓഫ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൽ ഒരു എമൗണ്ട് ഓഫ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് റേഷ്യോയിലല്ല മറ്റ് വേരിയബിളിൻ്റെ വാല്യൂവിൽ ചേഞ്ച് വരുന്നതെങ്കിൽ അത്തരം കോറിലേഷനാണ് നോൺ ലീനിയർ കോറിലേഷൻ എന്നുള്ള കാര്യം ഓർക്കുക. നെക്സ്റ്റ് നമുക്ക് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന 5th വൺ എന്താണ്, സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. അവയൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് വേരിയബിൾസിൻ്റെ നമ്പർ, എത്ര വേരിയബിൾസ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓൺ ദി ബേസിസ് ഓഫ് നമ്പർ ഓഫ് വേരിയബിൾസ് കോറിലേഷൻ 3 ടൈപ്പ് ഉണ്ട്. എന്താണ്, സിമ്പിൾ കോറിലേഷൻ, മൾട്ടിപ്പിൾ കോറിലേഷൻ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ. അതിൽ ഫസ്റ്റ് വൺ സിമ്പിൾ കോറിലേഷൻ ആണ്. വെൻ ഓൺലി 2 വേരിയബിൾസ് ആർ സ്റ്റഡീഡ്. അപ്പോൾ നമ്മൾ കോറിലേഷനിൽ വെറും 2 വേരിയബിൾസിനെ മാത്രമാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അത്തരം കോറിലേഷനാണ് സിമ്പിൾ കോറിലേഷൻ എന്ന് പറയുന്നത്. വെൻ ഓൺലി 2 വേരിയബിൾസ് ആർ സ്റ്റഡീഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സിമ്പിൾ കോറിലേഷൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് സപ്ലൈ ഓഫ് ദി പ്രൊഡക്റ്റ്. അപ്പം പ്രൊഡക്റ്റിൻ്റെ പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ പഠിക്കുന്നു. അവിടെ 2 വേരിയബിൾസ് ആണുള്ളത്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, സപ്ലൈ ചെയ്യുന്ന ക്വാണ്ടിറ്റി. അപ്പം ഈ 2 വേരിയബിൾസിനെ മാത്രമാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അങ്ങനെയുള്ള കോറിലേഷൻ നമ്മൾ വിളിക്കുന്നതാണ് സിമ്പിൾ കോറിലേഷൻ. നെക്സ്റ്റ് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. ഇൻ മൾട്ടിപ്പിൾ കോറിലേഷൻ 3 or more വേരിയബിൾസ് ആർ കൺസിഡേർഡ് ഫോർ സ്റ്റഡി. അപ്പം മൾട്ടിപ്പിൾ കോറിലേഷൻ്റെ കേസിൽ എന്താണ്, 3 അതിലധികമോ 2ൽ കൂടുതൽ വേരിയബിൾസിന് നമ്മൾ സ്റ്റഡി ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ yield ഓഫ് റൈസ് പെർ ഏക്കർ ആൻഡ് ബോത്ത് ദി എമൗണ്ട് ഓഫ് റെയിൻഫോൾ ആൻഡ് ടെമ്പറേച്ചർ. ഇവിടെ നമ്മൾ റെയിൻഫാളിനെ കൺസിഡർ ചെയ്യുന്നു, ടെമ്പറേച്ചറിനെ കൺസിഡർ ചെയ്യുന്നു, അതുപോലെ തന്നെ yield
ഓഫ് റൈസ് പെർ ഏക്കർ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഇവ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അപ്പം yield ഓഫ് റൈസ് പെർ ഏക്കറും അതിനുമായി ബന്ധപ്പെട്ടുള്ള റെയിൻഫാളും ടെമ്പറേച്ചറും, ഇങ്ങനെ 3 വേരിയബിൾസിനെ കുറിച്ചുള്ള റിലേഷൻഷിപ്പ്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അവിടെ എന്തായി, മൾട്ടിപ്പിൾ കോറിലേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പം 3 or more വേരിയബിൾസ് ആണ് സ്റ്റഡിക്ക് കൺസിഡർ ചെയ്യുന്നെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. നെക്സ്റ്റ് വരുന്നത് പാർഷ്യൽ കോറിലേഷൻ ആണ്. ഹിയർ 2 or more വേരിയബിൾസ് ആർ റെക്കഗ്നൈസ്ഡ്. ഇവിടെ നമ്മൾ നോക്കുന്ന എന്താണ്, 2 or അതിലധികമോ വേരിയബിൾസിനെ റെക്കഗ്നൈസ് ചെയ്യും. ആൻഡ് 2 വേരിയബിൾസ് ആർ കൺസിഡേർഡ് ഫോർ സ്റ്റഡി. പക്ഷെ നമ്മുടെ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് അതിൽ തന്നെ 2 വേരിയബിൾസിനെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നുണ്ടായിരിക്കുക. കീപ്പിംഗ് അതർ വേരിയബിൾസ് ആസ് കോൺസ്റ്റൻറ്റ്. ബാക്കിയുള്ള വേരിയബിൾസ്, ബാക്കി റെക്കഗ്നൈസ് ചെയ്ത വേരിയബിൾസിന് നമ്മൾ എന്താ ചെയ്യും, കോൺസ്റ്റൻ്റ് ആയി വെച്ചുകൊണ്ട് സ്റ്റഡി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അത് പാർഷ്യൽ കോറിലേഷൻ ആണ്. അപ്പോൾ എന്താണ് ഓർക്കുക, ഹിയർ 2 or more വേരിയബിൾസ് ആർ റെക്കഗ്നൈസ്ഡ് ആൻഡ് 2 വേരിയബിൾസ് ആർ കൺസിഡേർഡ് ഫോർ സ്റ്റഡി ബൈ കീപ്പിംഗ് അതർ വേരിയബിൾസ് ആസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ നമ്മൾ 2 or അതിലധികമോ വേരിയബിൾസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു, അതിൽ 2 വേരിയബിൾസ് മാത്രം നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി കൺസിഡർ ചെയ്യുന്നു, ബാക്കിയുള്ള വേരിയബിൾസ് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്തിട്ട് സ്റ്റഡി നടത്തുന്നു. അതിനെയാണ് പാർഷ്യൽ കോറിലേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 വേരിയബിൾസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഇതിൽ 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു, തൊട്ട് മുമ്പ് പറഞ്ഞ എക്സാമ്പിളിൽ yield ഓഫ് റൈസ് ഉണ്ടായിരുന്നു, എമൗണ്ട് ഓഫ് റെയിൻഫാളും അതുപോലെ ടെമ്പറേച്ചറും നമ്മളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 വേരിയബിൾസിനെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തു. അതിൽ yield ആൻഡ് റെയിൻഫാളിൻ്റെ റിലേഷൻഷിപ്പ് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന 2 വേരിയബിൾസ് മാത്രമാണ്. ഇതൊക്കെയാണ് yield അതുപോലെ റെയിൻഫോളും. ബാക്കി വരുന്ന ടെമ്പറേച്ചർ എന്ന് പറഞ്ഞ വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ച് സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ ആ ഒരു കോറിലേഷനെയാണ് എന്ത് വിളിക്കുന്നത്, പാർഷ്യൽ കോറിലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോറിലേഷൻ. ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. 2 വേരിയബിൾസ് സ്റ്റഡി ചെയ്യുന്നു, അവരുടെ മൂവ്മെൻറ്റ് സെയിം ഡയറക്ഷനിലാണെങ്കിൽ അത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്, 2 വേരിയബിൾസ് അവയുടെ മൂവ്മെൻറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് നെഗറ്റീവ് കോറിലേഷൻ എന്ന് വിളിക്കാം. നെക്സ്റ്റ് ലീനിയർ കോറിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വേരിയബിളിൽ ഒരു എമൗണ്ട് ഓഫ് ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് കോൺസ്റ്റൻറ്റ് റേഷ്യോയിൽ മറ്റ് വേരിയബിളിൽ ചേഞ്ചസ് വരികയാണെങ്കിൽ അതിനെ ലീനിയർ കോറിലേഷൻ എന്ന് വിളിക്കാം. പക്ഷേ നോൺ ലീനിയർ കോറിലേഷൻ എന്താണ്, എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ 1 വേരിയബിൾ, അതിന് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ചേഞ്ച് അല്ല മറ്റേ വേരിയബിളിൽ വരുന്നതെങ്കിൽ അത് നോൺ ലീനിയർ കോറിലേഷൻ ആണ്. നെക്സ്റ്റ് സിമ്പിൾ, മൾട്ടിപ്പിൾ ആൻഡ് പാർഷ്യൽ കോറിലേഷൻ ഉണ്ട്. സിമ്പിൾ കോറിലേഷനിൽ നമ്മൾ 2 വേരിയബിൾസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 2 വേരിയബിളിനെ മാത്രം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിൾ കോറിലേഷൻ. മൾട്ടിപ്പിൾ കോറിലേഷനിൽ എന്താണ്, 3 or more വേരിയബിൾസിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് മൾട്ടിപ്പിൾ കോറിലേഷൻ ആണ്. നെക്സ്റ്റ് പാർഷ്യൽ കോറിലേഷനിൽ നമ്മൾ 2ൽ കൂടുതൽ വേരിയബിൾസിനെ റെക്കഗ്നൈസ് ചെയ്യും, എന്നിട്ട് അതിൽ 2 വേരിയബിൾസിനെ മാത്രം സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് പാർഷ്യൽ കോറിലേഷൻ ആണ്. ബാക്കിയുള്ള വേരിയബിൾസിനൊക്കെ എന്ത് ചെയ്യും, ഈ ഒരു മെത്തേഡിൽ പ്രകാരം എന്ത് ചെയ്യും, കോൺസ്റ്റൻ്റ് ആയി വയ്ക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പം നെക്സ്റ്റ് വൺ ഡിഗ്രി ഓഫ് കോറിലേഷൻ ആണ്. കോറിലേഷൻ്റെ ഡിഗ്രി ആണ്. അപ്പോൾ ഡിഗ്രീസ് ഓഫ് കോറിലേഷൻ 3 ടൈപ്പാണുള്ളത്. പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് 0 കോറിലേഷൻ. അപ്പോൾ ഡിഗ്രി ഓഫ് കോറിലേഷനിൽ 3 കാര്യമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ഇഫ് an increase or decrease in the value of one variable is followed by the same proportion of increase or decrease in the other related variable, it is called perfect positive correlation. അപ്പം ഒരു വേരിയബിളിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടാകുന്നു, വാല്യൂവിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഉണ്ടാകുന്നു, ആ സെയിം ടൈമിൽ ആ സെയിം കാര്യം മറ്റേ വേരിയബിളിൽ സെയിം പ്രപ്പോർഷനിൽ അതേ പ്രപ്പോർഷനിൽ തന്നെ ഇൻക്രീസ് ഓർ ഡിക്രീസ് സംഭവിക്കുകയാണെങ്കിൽ അത്തരം കോറിലേഷൻ്റെ ഡിഗ്രീനെ നമ്മൾ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇവിടെ ഇൻക്രീസ് ഓർ ഡിക്രീസിൻ്റെ വാല്യൂ ഓഫ് 1 വേരിയബിൾ അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുകയാണ്, സെയിം പ്രപ്പോർഷനിൽ മറ്റേ വേരിയബിളിന് ഇൻക്രീസ് ഓർ ഡിക്രീസ് സംഭവിക്കുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. ഇവിടെ സെയിം പ്രപ്പോർഷൻ എന്ന് പറയുന്ന വേർഡാണ് ഓർത്ത് വെക്കേണ്ടത്. സെയിം പ്രപ്പോർഷനിലാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇവിടെ R എന്ന് പറയുന്നത് കോയിഫിഷ്യൻറ്റ്, കോറിലേഷൻ കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് 1 ആയിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ്റെ ആറിൻ്റെ വാല്യൂ ഓർക്കുക, പോസിറ്റീവ് 1 ആണ്. നെക്സ്റ്റ് ഡിഗ്രിയാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഇഫ് an increase in the value of one variable is followed by the same proportion of decrease in the other related variable. അപ്പം ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൽ ഇൻക്രീസ് ഉണ്ടാവുന്നു, സെയിം പ്രപ്പോർഷനിൽ തന്നെ മറ്റ്
വേരിയബിളിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാവുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഈ ഒരു മൂവ്മെൻറ്റ് നടക്കുന്നത്, പക്ഷേ സെയിം പ്രപ്പോർഷനിലാണ്. അപ്പോൾ സെയിം പ്രപ്പോർഷനിൽ മറ്റേ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ. ഓർക്കുക, ഇൻക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് വൺ വേരിയബിൾ ഫോളോഡ് ബൈ സെയിം പ്രപ്പോർഷൻ ഓഫ് ഡിക്രീസ് ഇൻ ദി അതർ വേരിയബിൾ. അപ്പം ഒരു വേരിയബിളിൻ്റെ വാല്യൂവിൽ ഇൻക്രീസ് ഉണ്ടാവുന്നു, സെയിം പ്രപ്പോർഷനിൽ മറ്റേ വേരിയബിളിൻ്റെ വാല്യൂവിൽ ഡിക്രീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷനാണ്. ഇവിടെ ആറിൻ്റെ വാല്യൂ -1 ആയിരിക്കും. നെക്സ്റ്റ് ഡിഗ്രിയാണ് സീറോ കോറിലേഷൻ ഇഫ് ദ വേരിയബിൾസ് ആർ ഇൻഡിപെൻഡൻറ്റ്. ഇനി വേരിയബിൾസ് തമ്മിൽ ഒരു ബന്ധവുമില്ല, അത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണെങ്കിൽ ദ വാല്യൂ ഓഫ് കോറിലേഷൻ ഈസ് 0. കോറിലേഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 0 ആയിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഇത്രയാണ് ഡിഗ്രി ഓഫ് കോറിലേഷൻ. പോസിറ്റീവ് പെർഫെക്റ്റ്, പോസിറ്റീവ് കോറിലേഷൻ, പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആൻഡ് സീറോ കോറിലേഷൻ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് മെത്തേഡ്സ് ഓഫ് സ്റ്റഡിയിങ് കോറിലേഷൻ പഠിക്കാം. താങ്ക് യു. അപ്പോൾ ഓർക്കാം,